UAE-യിൽ നിന്ന് കേരളത്തിലേക്ക് റോഡ് മാർഗം സോളോ ബൈക്ക് യാത്രയുമായി മലയാളി 10 രാജ്യങ്ങൾ കടന്ന് ഇന്ത്യയിലേക്കുള്ള യാത്ര ദുബൈയിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഒഴിവാക്കിയാണ് യാത്ര. ദുബൈയിൽ നിന്ന് കേരളത്തിലേക്ക് റോഡ് മാർഗം ഒരു മലയാളി ഈ ബൈക്കിൽ യാത്ര ചെയ്യുകയാണ്. നസീബ് തൃശ്ശൂരുകാരൻ. അപ്പോ സാധാരണ ഈ യുദ്ധവും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എല്ലാവരും കുറച്ച് വറീഡാണ്. പക്ഷെ ഈ സമയത്ത് തന്നെയാണ് ആൾ ഈ പറയുന്ന ഇറാഖ് വഴി സൗദി വഴി കേരളത്തിലേക്ക്, അതും റോഡ് മാർഗം 11 രാജ്യങ്ങൾ കടന്ന് പോകുന്നത്. അപ്പോ എങ്ങനെയാണ് ഈ ഒരു യാത്ര ആരംഭിക്കുന്നത്? തീർച്ചയായും ഇതെന്റെ ഒരു നീണ്ടനാളത്തെ ഒരു ആഗ്രഹമായിരുന്നു, ഇതുപോലെ ഒരു വേൾഡ് ടൂർ പ്ലാൻ ചെയ്തിരുന്നത്. ഇതിനു മുമ്പ് 2019 ഞാൻ INB, അതായത് ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ, ഇതുപോലെ അറൌണ്ട് 50 ഡേയ്സിനുള്ളിൽ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ട് ഒരു 7 years ആയതുകൊണ്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നു. ആ രീതിയിലാണ് നമ്മൾ ജനുവരി ഫെബ്രുവരി ഒക്കെ ആ രീതിയിലാണ് എൻ്റെ വിസ കാര്യങ്ങളൊക്കെ ഒരുപാട് എടുത്തിരുന്നു. ഇതിലേക്ക് ഇറാന്റെ വിസ എടുത്തിരുന്നു, പാകിസ്ഥാന്റെ വിസ എടുത്തിരുന്നു, നമ്മൾ ഉസ്ബെക്കിസ്ഥാൻ, തജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ ഒക്കെ വിസയിലൊക്കെ ഓൾറെഡി ഓണായിരുന്നു എല്ലാ കാര്യങ്ങളും. സോ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഇത് കയറി വന്നതോടുകൂടി നമ്മൾ ആകെ മാനസികമായിട്ട് വല്ലാതായി. പിന്നെ ജനുവരി വരെ മാർച്ച് വരെ നമ്മളതിൻ്റെ അപ്ഡേറ്റ്സ് നോക്കിക്കൊണ്ടിരുന്നു, ഒരു മാറ്റം കാണുന്നില്ല. പിന്നെ അങ്ങനെ നമ്മൾ അടുത്തൊരു ഷെഡ്യൂൾ എടുത്തു, അടുത്തൊരു പ്ലാൻ മാറ്റി പിടിച്ചു. അതിന് എൻ്റെ തീർച്ചയായും അന്ന് ഇതുപോലെ തന്നെ UAE അടക്കം 9 രാജ്യമായിരുന്നു. ഇപ്പോൾ UAE അടക്കം 11 രാജ്യമായി. പക്ഷേ കിലോമീറ്റർ ടു ഹൈ, ലൈക്ക് 5000 കിലോമീറ്റർ കൂടി ആയി. അതിനനുസരിച്ചും യാത്രയുടെ ദീർഘം കൂടി. അറൌണ്ട് ഒരു 75 days കൊണ്ട് അറൌണ്ട് 25,000 കിലോമീറ്റർ ടു റീച്ച് ഇൻ കേരള. അങ്ങനെയായിട്ട് നമ്മളൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങളെല്ലാം നമ്മൾ അതിജീവിക്കണം എന്നുള്ളത് തന്നെയാണ്. കാരണം ഇറാനിലൂടെ പോകാനായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത്. എന്നാൽ പിന്നീട് ഇറാന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നതോടുകൂടി 2 രാജ്യങ്ങൾ കൂടുതൽ സഞ്ചരിച്ചാലും ആ ഒരു തീരുമാനിച്ച യാത്ര നടത്താന്നുള്ളൊരു നിശ്ചയദാർഢ്യം. മുൻപ് എത്ര ദിവസമാണ് ഇപ്പോൾ നിലവിൽ പ്ലാൻ ചെയ്തിട്ടുള്ള യാത്ര? 75 days ആണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അത് വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു റൈഡാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളായ രീതിയിൽ സ്റ്റഡി ചെയ്ത് നമ്മൾ യാത്ര ചെയ്യാന്നുള്ളതാണ്. കാരണം നിലവിൽ ജോർദാൻ, ഇറാഖ് ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ മറ്റുള്ള രീതിയിലൊക്കെ പ്രയാസങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും അന്വേഷിച്ചിടത്തോളം സോഫാർ ഒക്കെയാണ്. എന്തായാലും ഒരു ഫ്ലാഗ് ഓഫിന് സാധാരണ ദുബൈയിൽ നിന്ന് പല ആളുകളും നാട്ടുകളിലേക്കൊക്കെ പോകുമ്പോൾ ഇത്രയും ആളുകളെ ഫ്ലാഗ് ഓഫിന് കണ്ടിട്ടില്ല. അത് തീർച്ചയായും എനിക്ക് താങ്ക്സ് പറയേണ്ടത് എൻ്റെ വടാൻകിളി അസോസിയേഷൻ, VFS, നമ്മുടെ ഫ്രണ്ട്സ് അസോസിയേഷൻ ഉണ്ട്, VFS. അവരാണ് മെയിനായിട്ട് ഇതിൻ്റെ ഒരു ഫുൾ സപ്പോർട്ടും. അതോടൊപ്പം തന്നെ എൻ്റെ 4 വർഷമായിട്ട് എൻ്റെ റൈഡേഴ്സ് ഗ്രൂപ്പ് IOD, അവരിപ്പോൾ ബൈക്കേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും തന്ന ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് അത് വേറൊരു തന്നെയായിരുന്നു. എന്തായാലും യാത്ര അടിപൊളിയാവട്ടെ. തീർച്ചയായും ശേഷം കേരളത്തിലേക്ക് എത്താൻ പറ്റട്ടെ. തീർച്ചയായും എല്ലാം വിചാരിച്ച പോലെ നടക്കട്ടെ. സോ മച്ച് ഫോർ കമ്മിങ്. യാസിർ അറഫാത്തിനൊപ്പം അക്ഷയ് പേരാവും, മീഡിയ 1, ദുബൈ.